കേരളത്തിൽ കുട്ടികൾക്കിടയിൽ മുണ്ടുനീര് ബാധ വർദ്ധിക്കുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ മുണ്ടുനീർ അഥവാ മംസ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നതായി ആരോഗ്യവകുപ്പ്. ഇക്കൊല്ലം ഇതുവരെ 69,113 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഇത് 2,324 ആയിരുന്നു. 30 മടങ്ങ് വർധനയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. 2016 പ്രതിരോധ വാക്സിൻ നിർത്തലാക്കിയതാണ് ഇത്ര വലിയ വർധനയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. 2016 വരെ കുട്ടികൾക്ക് 1.5 വയസ്സിനകം മംസ്, മിസിൽസ്, റുബെല്ല വാക്സിൻ നൽകിയിരുന്നു. 2016 ഇത് മിസിൽസ്, റുബെല്ല വാക്സിൻ മാത്രമാക്കി. അതിനുശേഷം ജനിച്ച കുട്ടികളാണ് ഇപ്പോൾ പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്നത്. അലോപ്പതിക്ക് പകരം മറ്റ് ചികിത്സാ ശാഖകളെ ആശ്രയിക്കുന്നവർ കൂടുന്നതിനാൽ രോഗബാധിതർ ഇനിയും കൂടുമെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 5 മുതൽ 15 വയസ്സിലാണ് മുണ്ടുനീര് കൂടുതലായി കാണപ്പെടുന്നത്. അപൂർവമായി മുതിർന്നവർക്കും ഈ രോഗം വരാറുണ്ട്. വായുവിലൂടെയാണ് ഈ വൈറസ് പകരുന്നത്. രോഗി ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തെറിക്കുന്ന സ്രവങ്ങളിലൂടെയാണ് കൂടുതലും ഈ രോഗം പകരുക. രോഗമുള്ള കുട്ടികൾ സ്കൂളിൽ വരുന്നത് വലിയ തോതിൽ വ്യാപനത്തിനും കാരണമാക്കും. ചെവിയുടെ താഴെ കവിളിന്റെ ഭാഗത്തായി വീക്കം ഉണ്ടാവുന്നതാണ് രോഗലക്ഷണം. പനിയും തലവേദനയും വായ തുറക്കാനുള്ള പ്രയാസവും അനുഭവപ്പെടും. വിശപ്പില്ലായ്മയും ക്ഷീണവും ഉണ്ടാകും. മുതിർന്ന പുരുഷന്മാരിൽ വൃഷണവീക്കവും അനുഭവപ്പെട്ടേക്കാം.